ഈ സിനിമ ഇപ്പൊ അപ്പൻ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അപ്പന് വന്ന ആ ഒരു അനുഭവത്തിൽ അന്ന് കോവിഡ് സമയമായിരുന്നു അപ്പൻ വരുന്ന സമയത്ത്. അപ്പൊ ഇന്ന് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരോടൊക്കെ പോയിട്ടുണ്ടാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് പറയും. അതിപ്പോ ഞാനിപ്പോ സിനിമ ഇറങ്ങി ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അപ്പൻ OTT-യിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കണ്ടിരുന്നു, പക്ഷെ എന്നാലും സമയമെടുത്തിരുന്നു. ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നത് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി വരാനും ഒക്കെ കുറച്ച് സമയം എടുത്തിരുന്നു. പക്ഷെ ഇതിപ്പോ തിയേറ്റർ റിലീസ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്തത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. തിയേറ്റർ സിനിമകൾ ഉറപ്പായിട്ടും OTT-യേക്കാളും നല്ല റിസൾട്ട് ആയിരിക്കും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം തരിക. പിന്നെ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പൻ. എന്നാൽ എനിക്ക് ആ സമയത്ത് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അപ്പനായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവിയായിരുന്നു. എനിക്ക് സിനിമ എൻ്റെ പ്ലാനിലും ഇല്ലാത്തിരുന്നൊരു സമയമായിരുന്നു. അപ്പം മരിച്ചേട്ടൻ വിളിച്ചു, മരിച്ചേട്ടൻ പറഞ്ഞിരുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളതല്ലാതെ കൂടുതൽ അതിലേക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് എക്സ്ട്രാ അങ്ങനെയുള്ള സംഭവത്തിനെ പറ്റി അന്ന് അത്ര ബോധരായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കുറച്ചും കൂടി ചെയ്തു വന്നപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാനും പിന്നെ ഇതൊരു ഒരുപാട് പേരുള്ള സിനിമയായിരുന്നു. ഇപ്പോൾ അപ്പനാണെങ്കിൽ ഒരു 4-5 ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലാണ് എൻ്റെ സീക്വൻസ് ഫുൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ഇത്രയും ആളുകളുടെ കൂടെ ഇത്രയും വലിയൊരു സിനിമയിൽ ഇത്രയും ഒരു ഗ്രാമത്തിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ എൻ്റെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് എന്നുള്ളത് അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. OTT-യിൽ വന്നൊരു സിനിമയെ വെച്ച് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഈ കഥാപാത്രത്തിൻ്റെ ആണെങ്കിൽ ഒരു സ്വഭാവം ശരിക്കും വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ്. പക്ഷെ മാക്സിമം അങ്ങ് സഹിച്ചു നിൽക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കുന്ന പല സ്ത്രീകളുടെയും ഒരു അവതരണമാണ്. ശരിക്കും ആ നമ്മൾ കാണാൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് അപ്പോൾ പോലും കുറേ പേര് ഇതിനെ തെറ്റ് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇപ്പൊ റംലൂട്ട് ലൈഫിൽ സംഭവിച്ച പോലൊരു കാര്യം പുറത്ത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റംലു ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. ബിക്കോസ് റംലൂന് ഇത് ഒരുപാട് പറഞ്ഞാൽ അതേ സൂക്ഷിച്ചു പറയണം. അതായത് റംലൂന് അങ്ങനത്തെ ഒരു ലൈഫ് വേണ്ട എന്നുള്ളത് റംലു പറയുന്നുണ്ട്, ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഫോഴ്സ്ഫുള്ളി റംലുവിനെ ആ ലൈഫിൽ കൊണ്ടിടുകയാണ്. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ലൈഫിൽ നമ്മൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്താണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണോ. ഞാൻ ആസ് എ പേഴ്സൺ തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കാം റംലുവിന് ആ ഒരു ചെയ്ത കാര്യം, റംലുവിന്റെ ഹാപ്പിനെസ്സിന്, റംലുവിന്റെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് റംലു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു ഡിസിഷനിൽ വന്ന് റംലുവിന്റെ ലൈഫ് ഫുള്ളായിട്ട് റംലുവിന് വേണ്ട രീതിയിൽ മാറ്റാൻ പറ്റും. അപ്പൊ അതുപോലെയെങ്കിലും കാണുന്ന ആളുകൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുള്ളൂ. അതിനൊരു നെഗറ്റീവ് വശം ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ ഒരു നെഗറ്റീവ് വശം ഉണ്ടെന്ന്? ഇല്ല, നല്ലൊരു